ശ്രീ ഷാബു പ്രസാദ്, മന്ത്രി പറഞ്ഞ് ശരിയാണ്. അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതിന് സമ്മതിക്കുകയില്ല. പക്ഷേ ലോഗോ അതിന് കുഴപ്പമില്ല. അത് ഈ PM-AY പദ്ധതിക്ക് ഒരു ലോഗോയുണ്ട്. ആ ലോഗോ ഈ വീടുകളിൽ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ PM-AY പദ്ധതിയിൽ ലോഗോ മാത്രമേ വെക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ. അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാർ, പഴയ സർക്കാർ LDF സർക്കാർ നേരത്തെ കേന്ദ്രത്തിന് കത്തയച്ചതിലും ഈ മുദ്ര വയ്ക്കുന്നത്, മുദ്ര വീടുകൾക്ക് മുന്നിൽ പതിപ്പിക്കുന്നത് അതൊരു ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഈ വീട് കിട്ടുന്ന ആളുകളുടെ അവരുടെ ഒരു ആത്മാഭിമാനമുണ്ടല്ലോ, അതിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ് ഇങ്ങനെ കേന്ദ്ര മുദ്ര വീടിന് മുന്നിൽ പതിപ്പിക്കുന്നത്, ആ ലോഗോ പതിപ്പിക്കുന്നത്, PM-AY പദ്ധതിയുടെ ലോഗോ പതിപ്പിക്കുന്നത് എന്നായിരുന്നു. അന്ന് അങ്ങനെ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. പക്ഷേ വെളിയിൽ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണം എന്നൊക്കെയായിരുന്നു CPM നേതാക്കളൊക്കെ പ്രസംഗിച്ചിരുന്നത്. അത് ഏറ്റുപാടുകയും ചെയ്തിരുന്നു UDF നേതാക്കളും. പക്ഷേ ഇപ്പോൾ KM ഷാജി മന്ത്രിയുടെ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? മുദ്ര വയ്ക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മുദ്ര വയ്ക്കുവാനേ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ ഷാബു പ്രസാദ്. മഞ്ജുഷ, ഞാൻ അതിലേക്ക് വരാം. ആദ്യം പറയട്ടെ, ഈ ലോഗോ വെക്കണം എന്ന് പറയുന്നത് എന്തിനാണത്? ഇത് ഒരു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും ഒരു സുതാര്യതയ്ക്കും വേണ്ടി കേന്ദ്ര പദ്ധതിയാണത്. പബ്ലിക് മണിയാണത്. അത് ചെലവഴിക്കുന്നതിൻ്റെ സുതാര്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണത്. കാര്യം ഓരോ പബ്ലിക് മണിയാണിത്. ഇത് ആജീവനാന്തം ആചന്ദ്രതാരം കൽപ്പാന്ത കാലത്തോളം ഇതിങ്ങനെ കല്ലിൽ കൊത്തിവെച്ച് അവിടെ ഉണ്ടാകണം. അതെങ്ങാനും നാളെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചട്ടിയും കലവും എടുത്ത് പുറത്തെറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കും. ഇങ്ങനൊന്നുമില്ല. നാളെ ആ വീട്ടുടമസ്ഥൻ അതിൻ്റെ മേളിലൊരു പെയിന്റ് അടിച്ചാൽ ഒരു ചുക്കൂടെ സംഭവിക്കില്ല, ഒന്നുമില്ല. ഇത് ഒരു ഡോക്യുമെന്റേഷൻ, ഒരു ഗവൺമെന്റ് പ്രോസസ്സാണത്. അതിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ റേഷൻ കടയിൽ മഞ്ഞക്കാട്, വെള്ളക്കാട്, നീലക്കാട് ഒക്കെ കൊടുക്കുന്നില്ലേ? ഇതെന്താ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണോ? അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഈ പറയുന്ന ഈ കൊട്ടിപ്പാട് കിടക്കുന്ന ഈ CPM അവര് കൊടുക്കുന്ന പൊതിച്ചോറിന്റെ അകത്ത് DYFI എഴുതി വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഈ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ കിടന്ന് ഈ ബഹളം വെച്ചിരുന്ന കോൺഗ്രസ് ബീഹാറിൽ അവർ കൊടുത്ത പറയുന്ന നാണക്കേടാണ്, പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ പ്രളയപ്രദേശത്തോ മറ്റോ കൊടുത്ത സാനിറ്ററി പാഡിൽ വരെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കൊടുത്തത്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ വീടുകൾ കൊടുത്തു. എന്താണ് വയനാട്ടില് ഇവർ പറയുന്നുണ്ട് ആത്മാഭിമാനത്തിന്റെ വലിയ സംഭവം ഇതുള്ളത് കൊണ്ട് ആരും അങ്ങോട്ട് പോകരുതെന്ന് പ്രത്യേകിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരും ചെയ്യുന്നില്ല. ഇത് തന്നെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ഉദ്ഘാടന സമയത്ത് ഞങ്ങളെ കുറച്ച് ഹിന്ദുക്കൾക്ക് വീട് കൊടുത്ത് പറയാതെ പറഞ്ഞു. വളരെ ബുദ്ധിപൂർവ്വമാണ് കേട്ടോ. അത് അവിടുത്തെ ഒരു 10-15 ഹിന്ദുക്കൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. അതിന്റെ ഗണപതി ഹോമത്തിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എന്നിട്ട് ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആരും അങ്ങോട്ട് പോരുത്, ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതും കൂടെ ചെയ്തു. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത് എന്നും എന്നത്തേക്കുമായി ഇത് വേണമെന്ന് ഒരു തരത്തിലും നിഷ്കർഷിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു നിലപാടിനെതിരായ ഒരു വിമർശനമായിരുന്നുവല്ലോ. അത് UDF അല്ലായിരുന്നു ഭരണത്തിലെങ്കിലും അവർ മുദ്ര വെക്കുന്നതിനെ എതിർത്ത കക്ഷി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നിലപാട് മാറ്റി. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം ഇവര് അത് ഒരു കാര്യത്തിൽ പറയാതിരിക്കാനുള്ള KM ഷാജിയുടെ ഒക്കെ സത്യസന്ധച്ച ഒരു പരിധി വരെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇവിടെ PM ശ്രീയെ പറ്റി എന്തായിരുന്നു KM ഷാജി പറഞ്ഞിരുന്നത്? ഞങ്ങളായിട്ട് അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ അറബിക്കടലിൽ മുക്കിത്താഴ്ത്തും, കൊല വിളിക്കും, തലകുത്തി നിർത്തും. ഇങ്ങനൊക്കെ കിടന്ന് ആകാശം മുട്ട ചാടിയവരാണ്. അതേ KM ഷാജി പറഞ്ഞു അതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പലതും പറയും, അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന്. ഇതേപോലെ തന്നെ ഇപ്പോഴും പറയുന്നു. ഇവരുടെ നിലപാട് മാറ്റം, ഇവർ കാര്യം മനസ്സിൽ അപ്പോഴും ഇവർക്കറിയാം, ഇപ്പോഴും കാര്യം അറിയാം. പറയാതെ ഇത് ഇപ്പം CPM എന്താ പറഞ്ഞത്? ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടത് ഇത് കാര്യം നടക്കാൻ വേണ്ടി ചുമ്മാ ഒപ്പിട്ടതാണ്. അവരെ കേന്ദ്രത്തിനെ പറ്റിച്ച് അവിടെ കുറച്ച് കാശ് കിട്ടാണ്ട് അത് ഇനി കെട്ടി കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. നടത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഒപ്പിട്ടത്. ഇവരൊക്കെ പറയുന്നത് എന്താ? അൾട്ടിമേറ്റ്ലി പറയാതെ പറയുന്നത് എന്താ? ഉറപ്പിച്ച് പറയുന്നത് എന്താണ് മഞ്ജുഷേ? ഞങ്ങൾ ഓരോ സമയത്ത് ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങൾ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും. അതിനൊക്കെ ഇത്രേ വാല്യൂ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.